Good morning. നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് പോവാം. നമ്മൾ സക്സസീവ് ഡിഫറൻസിയേഷൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സക്സസീവ് ഡിഫറൻസിയേഷനിൽ നമ്മൾ nth ഡെറിവേറ്റീവ്സ് പ്രോബ്ലംസ് ഒക്കെ എല്ലാ ഫംഗ്ഷൻസിലും കവർ ചെയ്ത് വന്ന പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വരാൻ പോകുന്നത് nth ഡെറിവേറ്റീവ്സിൽ പ്രോഡക്റ്റ് വന്നാൽ എന്ത് ചെയ്യും, nth ഡെറിവേറ്റീവ് കാണാൻ വേണ്ടിയിട്ട് പ്രോഡക്ട്സ് തന്നാൽ നമുക്ക് എന്ത് ചെയ്യാന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു തിയറം പഠിക്കാണ്ട് നമുക്ക് ലെബ്നിസ് തിയറം എന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെബ്നിസ് തിയറാണ്. ലെബ്നിസ് തിയറം നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ഫൈൻഡ് nth ഡെറിവേറ്റീവ് ഫോർ ദി ഫങ്ഷൻസ് ഇൻ പ്രോഡക്റ്റ് ഫോമിലുള്ള ഫങ്ഷൻസിന് nth ഡെറിവേറ്റീവ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലെബ്നിസ് തിയറം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തിയറം എന്താണെന്ന് നോക്കാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ എത്രയേ ഉള്ളൂ. If u and v are any two functions in x which is having nth derivatives, then we can find nth derivative of uv. We can find nth derivative of uv, and the equation is given by uvn equal to, uvn means nth derivative of uv equal to unv plus nc1 into un minus 1 into v1 plus nc2 un minus 2 v2 plus etc. plus ncr un minus r vr plus etc. plus ncn uvn. ഇതാണ് ലെബ്നിസ് തിയറം. ലെബ്നിസ് തിയറം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ. ഇഫ് യു ആൻഡ് വി ആർ ടു ഫങ്ഷൻസ് ഓഫ് എക്സ്, യുവും വിയും എക്സിന്റെ ഫങ്ഷൻസും യുവിനും വിനും പ്രോഡക്റ്റ് റൂൾ ആയിട്ട് നമുക്ക് എഴുതാനും പറ്റുകയാണ്. പ്രോഡക്റ്റ് റൂൾസ് അഥവാ യുവിനും വിനും nth ഡെറിവേറ്റീവ്സ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് യു വിന് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഏത് വെച്ചിട്ട്? ലെബ്നിസ് തിയറം വെച്ചിട്ട്. ലെബ്നിസ് തിയറത്തിൽ യു വി nth ഡെറിവേറ്റീവ് ഓഫ് യു വി, നമ്മൾ ഒന്നല്ലെങ്കിൽ യു വി എൻ മീൻസ് nth ഡെറിവേറ്റീവ് ഓഫ് ഡി എൻ ഓഫ് യു വി ആണ് യു വി എൻ. എളുപ്പത്തിന് യു വി എൻ എഴുതിയെന്നേ ഉള്ളൂ. സോ ഡി എൻ ഓഫ് യു വി ഈക്വൽ ടു യു. ഇക്വേഷൻ തന്നിരിക്കുന്ന യു എൻ ഇൻറ്റു വി പ്ലസ് എൻ സി വൺ. എൻ സി വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് അറിയാം, അതിൽ എൻ സി ആർ ആണ്. എൻ സി ആറിന്റെ ഇക്വേഷൻ എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ ആണ്. ഇനി ഇങ്ങനെ ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓർക്കാം. എൻ സി വൺ ഈക്വൽ ടു എൻ ആണ്. എൻ സി വൺ ഈക്വൽ ടു എൻ. nc2 equal to n into n minus 1 by 1 into 2. nc3 means n into n minus 1 into n minus 2 divided by 1 into 2 into 3, etc. ncn equal to 1, etc. ncn equal to 1. ഇതാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജനറൽ ഇക്വേഷൻ ഇതാണ് കോമ്പിനേഷൻസിന്റെ. ഇവിടെ കുറച്ചുകൂടെ ഓർക്കാൻ എളുപ്പം ഇതായിരിക്കും. അപ്പൊ ഇങ്ങനെ ഓർത്ത് വെക്കുക. nc1 ഈക്വൽ ടു n, nc2 ഈക്വൽ ടു n into n minus 1 by 1 into 2, nc3 ഈക്വൽ ടു n into n minus 1 into n minus 2 by 1 into 2 into 3, etc. ncn ഈക്വൽ ടു 1. ഓക്കെ, ഇനി നമുക്ക് ഈ തിയറത്തിന് പ്രൂഫ് ഉണ്ട്. പ്രൂഫും കൂടെ നോക്കാം. പ്രൂഫ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്യാം? നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ n ഈക്വൽ ടു 1 ചെക്ക് ചെയ്യും, പിന്നെ നമ്മൾ n ഈക്വൽ ടു 2 ചെക്ക് ചെയ്യും, പിന്നെ നമ്മൾ അസ്യൂം ചെയ്യും ഇറ്റ് ഈസ് അല്ലെങ്കിൽ ദ ഗിവൺ ഇക്വേഷൻ ഈസ് റെഡി ഫോർ അവർ. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ പറയുന്നത് n ഈക്വൽ ടു 1 ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. അടുത്ത് നമ്മൾ n ഈക്വൽ ടു 2 ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും, എക്സെട്ര പോകുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ അസ്യൂം ചെയ്യും ഇറ്റ് ഈസ് ട്രൂ ഫോർ m, n ഈക്വൽ ടു m ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. എന്നിട്ട് പിന്നെ m+1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, m+1 n ഈക്വൽ ടു m+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജനറലായിട്ട് എന്താ പറയുക, ദ റിസൾട്ട് ഈസ് പ്രൂവ്ഡ്. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പം ഇക്വേഷൻ ഇതാണ്.
അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് പ്രൂഫിന്റെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് when n equal to 1 ന് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ ട്രൂ ആണോ നോക്കുക. സോ n1 വരുമ്പോൾ എന്ത് വരും? uv1 uv1 എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് റൂൾ ആണ്. നമ്മൾ സാധാരണ എഴുതുന്ന uv ഡാഷ് ഇല്ലേ, അത് തന്നെയാണ് uv1. uv ഡാഷ് എന്താ? u ഡാഷ് v പ്ലസ് uv ഡാഷ് ആണ്. u ഡാഷ് v പ്ലസ് u ഡാഷ് സെയിം ആണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. u1v പ്ലസ് uv1 പ്ലസ് uv1. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ മനസ്സിലാവും എന്താ ഇവിടെ നമുക്ക് u1v ഇതിനിപ്പോൾ നമ്മൾ മാറ്റി എഴുതുകയാണെങ്കിൽ u1v പ്ലസ് nc1 1c1 u1 മൈനസ് 1 v1 ആണ് വരിക. ഓക്കെ, അവിടെ തന്നെ നമുക്ക് u1 മൈനസ് 1 u0 ആണ് വരുന്നത്. സോ 1c1 1. സോ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. പിന്നെ ലാസ്റ്റിൽ വരുന്ന ടേമിനെ മാത്രം നോക്കിയാൽ മതി. ncn മീൻസ് ഇവിടെ 1c1 എന്ത് വരും? u ഇൻറ്റു vn ആണ് വരുന്നത്. u ഇൻറ്റു n ന് നമ്മൾ എന്താ എടുത്ത? 1 ആണ് എടുത്തത്. അതെന്താ? u1v പ്ലസ് uv1. സോ ഹെൻസ് the theorem is true for n equal to 1. Theorem is true for n equal to 1. n equal to 1 ന് true ആണ്. ഇനി നമ്മൾ n equal to 2 ന് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുക. n equal to 2. n equal to 2 ന് എന്താ വരിക? uv1 equal to. ഓക്കെ, n equal to 2 means uv2 ആണ്. uv2 എന്ന് പറയുമ്പോൾ ഈ ടേമിനെ നമ്മൾ uv1 നെ നമ്മൾ വീണ്ടും ഡെറിവേറ്റീവ് ചെയ്യാണ്. അഥവാ നമുക്കറിയാം d സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് d ബൈ ഡി എക്സ് ഓഫ് dy ബൈ ഡി എക്സ് ആണ്. ഓക്കെ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. സെയിം ആണ് ഇവിടെ വരുന്നത്. uv1 ന് നമ്മൾ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ കിട്ടുന്നത്? uv2 കിട്ടുന്നത്. സോ നമ്മൾ uv1 എന്താ ഇവിടെ കിട്ടിയത്? ഇതാണ് നമ്മളെ uv1. സോ u1v പ്ലസ് uv1 of 1 means derivative of u1v plus uv1 എന്ത് വരും? ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. u1v1 plus u1v1 plus uv1 1. That is derivative of u1v plus derivative of uv1. എന്ത് വരും? ഇവിടെയും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ u1 u2 ആവും v plus u1 v1. അഗെയിൻ ഇവിടെ എന്ത് വരും? u1 v1 plus uv2 വരും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടെ ഓർഡർ ചെയ്ത് എഴുതാം. ഓക്കെ, എന്താ വരാം? ദാറ്റ് ഈസ് ഇതിനൊന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ uv2 equal to u2v plus 2u1v1. രണ്ട് u1v1 ഉണ്ട്, ഇതും u1v1 ആണ്, പ്ലസ് u1v1. സോ 2u1v1 പ്ലസ് uv2 ഈക്വൽ ടു നമുക്ക് ഇതിനെ ഒന്നുകൂടെ നമ്മളെ ഇക്വേഷനിൽ, കാരണം ഇക്വേഷനിൽ nc1 nc2 എന്നൊക്കെ ഉണ്ടല്ലോ. സോ u2v പ്ലസ് nc1 ആണ്, ദാറ്റ് ഈസ് 2c1 u1v1 പ്ലസ് ncn ദാറ്റ് ഈസ് 2c2 uv2. അപ്പോൾ നമ്മുടെ ഇക്വേഷനും ഇതുമായിട്ടൊന്ന് നോക്കിക്കാൻ. ലെബ്നിസ് തിയറത്തിന്റെ ഇക്വേഷൻ uvn n equal to 2 വരുമ്പോൾ unv ക്ക് പകരം u2v ആൻഡ് ഹിയർ nc1 2c1 un minus v1 u1v1 പ്ലസ് അടുത്ത നമുക്ക് അടുത്ത ടേമിന്റെ ആവശ്യമില്ല, കാരണം നമ്മൾ 2ൽ എത്തിയിട്ടേ ഉള്ളൂ. സോ ncn uvn ദാറ്റ് ഈസ് 2c2 uv2. സോ hence the result is true for n equal to 2. n equal to 2 ന് ട്രൂ ആണ്. ഇനി മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പിൽ സ്റ്റെപ്പ് 2ൽ എന്ത് വരും? സ്റ്റെപ്പ് 1ൽ നമ്മൾ the result is true for n equal to 1 and n equal to 2 പ്രൂവ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം എക്സെട്ര അത് ട്രൂ ആയിരിക്കും എന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് ട്രൂ ഫോർ n equal to m. n equal to m ന് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 2ൽ അസ്യൂം ചെയ്യുന്ന let us assume that the result is true for
result is true for n equal to m. n equal to m. n equal to m ന് true ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? Then we can write UVN. n ന്റെ പ്ലേസിലേക്ക് m വരും. So UVM equal to UMV plus MC1 UM minus 1 V1 plus MC2 UM minus 2 V2 plus etc. plus MCR UM minus R VR plus etc. plus MCM UVM. Okay. അപ്പോൾ അതിന് നമ്മൾ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. സോ സ്റ്റെപ്പ് 3 നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? സ്റ്റെപ്പ് 3 we have to prove that the result is true for n equal to m plus 1. m plus 1 in result true ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇത് result is true for m നെ നമ്മൾ അസ്യൂം ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. m plus 1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. Differentiate both side with respect to x. With respect to x ലെ രണ്ട് സൈഡ് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എന്ത് വരും? UVM plus 1. UVM നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ UVM plus 1. അടുത്ത നമ്മൾ UMV നെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. UMV1. MC1 കോമൺ ആണ്, സോറി MC1 കോൺസ്റ്റന്റ് ആണ്, അതിന് ഔട്ട് സൈഡ് എടുക്കുക. UM minus 1 V1 1 പ്ലസ് MC2 കോമൺ കോൺസ്റ്റന്റ് ആണ്, അതിന് ഔട്ട് സൈഡ് എടുക്കുക. UM minus 2 V2 1 പ്ലസ് എക്സെട്ര പ്ലസ് MCR UM minus R VR 1 പ്ലസ് എക്സെട്ര പ്ലസ് MCM UVM 1. ഓക്കെ, ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ കിട്ടും. UM plus 1V plus UMV1. ഓക്കെ, അവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് പ്രോഡക്റ്റ് റൂൾ UV ഡാഷിനുള്ള സെയിം UV ഡാഷ് ഈക്വൽ ടു U ഡാഷ് V പ്ലസ് UV ഡാഷ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് പ്ലസ് MC1 ഇൻറ്റു ഇവിടെ എന്ത് വരും? UM minus 1 plus 1 V1 plus UM minus 1 V2. Okay, ആ ടേം കംപ്ലീറ്റ്. പ്ലസ് MC2 ഇൻറ്റു എന്ത് വരും? UM minus 2 plus 1 V2 plus UM minus 2 V3 plus etc. plus MCR UM minus R plus 1 VR plus UM minus R plus, okay, plus 1 and M minus R VR plus 1 plus etc. MCM UVM plus 1, okay, U1 VM plus UVM plus 1. Okay, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ കോമൺ ആയിട്ട് വരണം, അല്ലെങ്കിൽ ഇതിന്റെ വാല്യൂസിനൊക്കെ ഒന്ന് ഓർഡർ ചെയ്യാം ആദ്യം, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. UM plus 1V plus UMV1 plus MC1 UMV1 plus UM minus 1 V2 plus MC2 M minus 2 plus 1 M minus 1 M minus 1 V2 plus UM minus 2 V3 plus etc. plus MCR UM minus R plus 1 VR plus UM minus R VR plus 1 plus etc. plus MCM U1 VM plus UVM plus 1. Okay. Okay, equal to, ഇനി നമ്മൾ നോക്കാം. ഇവിടെ നോക്കിയോ, UMV1 ഉണ്ട്, ഇതിൽ UMV1 ഉണ്ട്. സോ UM plus 1V അങ്ങനെ നിൽക്കട്ടെ, പ്ലസ് UMV1 കോമൺ ആയിട്ട്. അപ്പോൾ UMV1 നമ്മൾ കോമൺ ആയിട്ട് എടുത്ത് ബാക്കി ഇവിടെ 1 ഉണ്ട്, 1 പ്ലസ് അടുത്ത എന്താ ഉള്ളത്? MC1 ഉണ്ട്, MC1. ഓക്കെ, പ്ലസ് അടുത്ത ടേം നോക്കിയോ,
ഇത് കഴിഞ്ഞ് സോ ഇവിടെ വരുന്ന m-1v2 ഉണ്ട്, ഇവിടെ m-1v2 ഉണ്ട്. സോ നമുക്ക് എന്തെടുക്കാം, um-1v2 എടുക്കാം. ഇവിടെ എന്തുണ്ട്, mc1 ആണ് ഇവിടെ കിടക്കുന്നത്. സോ mc1 പ്ലസ് ഇവിടെ എന്താ ഉള്ളത്, mc2 ആണ്. ഓക്കെ, പ്ലസ് എക്സെട്ര പ്ലസ് ബാക്കി നമ്മൾ അത് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെയും കൂടെ അടുത്ത ഇതിൻ്റെയും കൂടെ കോമൺ ആയിട്ടുള്ള ടേം കിട്ടും. നമ്മൾ തൽക്കാലം ഇപ്പോൾ 2 ടേം മാത്രം എഴുതുന്നത്. അതേപോലെ ഇവിടെ എന്ത് വരും, ഇവിടെ നമുക്ക് um-r+1vr ഉണ്ട്, um-r+1 ഉണ്ട്. അപ്പൊ നമുക്ക് ഏതിനെ കോമൺ ആയിട്ട് എടുക്കാനായിരിക്കും അവിടെ സുഖം, അവിടെ നമുക്ക് കുറച്ചുകൂടെ കോമൺ ആയിട്ട് എടുക്കാൻ സുഖം m-r+1vr, m-r+1vr. സോ നമ്മൾ um-r+1vr ഇൻറ്റു ഒരു ടേം എവിടെ ഉണ്ടാവും, ഇതിന്റെ തൊട്ട് മുന്നേ ആണ് ഉണ്ടാവുക. സോ mcr-1 പ്ലസ് mcr. ഓക്കെ, ഒന്നുകൂടെ എഴുതാം, mcr-1 പ്ലസ് mcr ഇൻറ്റു um-r+1vr പ്ലസ് എക്സെട്ര പ്ലസ് നമുക്ക് ഒരു ടേമും കൂടെ ലാസ്റ്റ് ടേമിലും കൂടെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ടേമിൽ ഒരൊറ്റ ടേമും മാത്രം എഴുതിയാലും മതി. ഇനി കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏതായിരിക്കും സുഖം, mcm പ്ലസ് mcm+1 ഇൻറ്റു uvm+1. ഇതിന് കോമൺ ആയിട്ട് എടുക്കാം. എന്നാൽ പിന്നെ നമുക്ക് പ്രോബ്ലം കുറച്ചുകൂടെ എളുപ്പം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ 1 + mc1, mc1 + mc2, അതേപോലെ ഇതിനൊക്കെ എന്തുണ്ട്, ഇതിനൊക്കെ നമുക്ക് കോറിലേഷനിൽ റിലേഷൻസ് ഉണ്ട്. ആ റിലേഷൻസിലേക്ക് നമുക്ക് ഇതിനെ മാറ്റാം. അതെന്താ 1 ഓക്കെ താഴത്തെ എഴുതാം, 1 + mc1 എന്ന് പറയുന്നത് mc0 + mc1 ആണ്, which is equal to m+1c1. അതേപോലെ അടുത്തത് mc1 + mc2, mc1 + mc2 equal to m+1c2 ആണ്, എക്സെട്ര. അപ്പൊ c3 ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ mc2 + mc3 ആണെങ്കിൽ m+1c3 വരും. ഓക്കെ, എക്സെട്ര നമ്മൾ എക്സെട്ര m-r+1 vr അല്ല പ്ലസ് mcr അല്ല, mcr-1 പ്ലസ് mcr equal to m+1cr. അതേപോലെ ലാസ്റ്റ് വൺ mcm+1 പ്ലസ് mcm equal to എന്ത് കിട്ടും, m+1cm. ഓക്കെ, mcm+1 m+1cm+1. ഓക്കെ, m+1cm+1. അപ്പോൾ ബാക്കി എന്താന്ന് നോക്കാം. 1 + mc1, mc1 + mc2 ഇതിനൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എന്ത് വരും, um+1 equal to um+1v plus 1 + mc1, that is m+1c1 into umv1 plus next one mc1 plus mc2, which is equal to m+1c2 m+1c2 um-1v2 plus etc plus next വരുന്നത് mcr-1 plus mcr, that is m+1cr um-r+1 into vr plus etc plus last one എന്താ mcm plus mcm+1 is m+1cm+1 uvm+1. ഓക്കെ, ഇനി ഇക്വേഷൻ ഒന്ന് നോക്കിക്കേ. നമ്മള് ലെബിനിസ് തിയറി ഇതായിരുന്നു, uvn equal to unv plus nc1 un-1v1
plus NC2 UN minus V2 plus etc. plus NCR UN minus R VR plus etc. NCN UVN ആയിരുന്നു. സോ ഇതിലത്തെ എന്നിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ n മാറിയിട്ട് എന്ത് വന്നിട്ടുണ്ട് m+1. ഇവിടെ n-ന് പകരം m+1, അതേപോലെ ഇവിടെ n-ന് പകരം n+1. എല്ലാ സ്ഥലത്തും നമ്മൾ n ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് m+1 കിട്ടിയിട്ടുണ്ടാവും. സോ നമുക്ക് എന്താ പറയാം, hence the result is true for n equal to m+1. n equal to n+1 in a result true ആണ്. hence the proof. അപ്പോൾ ജസ്റ്റ് പ്രൂഫിൽ എന്താ ചെയ്തതെന്ന് ഒന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റിൽ നമ്മൾ ചെയ്തത് എന്തായിരുന്നു, ഫസ്റ്റ് നമ്മൾ n equal to സ്റ്റെപ്പ് 1 നമ്മൾ n equal to 1 ട്രൂ ആണെന്ന് കണ്ടുപിടിച്ച്, അവിടെ തന്നെ സ്റ്റെപ്പ് 1 n equal to 2 നമ്മൾ റിസൾട്ട് ട്രൂ ആണെന്ന് കണ്ടുപിടിച്ച്. സോ സ്റ്റെപ്പ് 1 അതോടെ കഴിയും. പിന്നെ സ്റ്റെപ്പ് 2 എക്സെട്ര അത് ട്രൂ ആയിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അങ്ങനെ സ്റ്റെപ്പ് 2 നമ്മൾ എന്ത് ചെയ്യുന്നത്, n equal to m-ന് റിസൾട്ട് ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്യാണ്. എന്നിട്ട് ആ ഒരു ഇക്വേഷൻ, അപ്പം നമുക്ക് UVM-ൽ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പം അടുത്ത സ്റ്റെപ്പ് 3 ചെയ്യുന്ന ആ UVM-ന്റെ ഇക്വേഷൻ നമ്മൾ എന്താ ചെയ്യുക, വീണ്ടും രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് UVM+1 ഈക്വൽ ടു ഒരു ഇക്വേഷൻ കിട്ടും. അതിനെ ജസ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്ത് കോമ്പിനേഷൻസിലുള്ള ഈ റിസൾട്ടൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ കാണുന്ന റിസൾട്ട് കിട്ടും. ദാറ്റ് ഈസ് വിച്ച് ഈസ് ദി ഇക്വേഷൻ ഫോർ n equal to m+1. ലെബ്നിസ് തിയറത്തിൽ n equal to m+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണോ കിട്ടുന്നത് അത് തന്നെയാണ് നമുക്ക് ലാസ്റ്റിൽ റിസൾട്ടിൽ കിട്ടുന്നത്. സോ വി കംപ്ലീറ്റഡ് ദ പ്രൂഫ്. ഓക്കെ, താങ്ക് യു.